യെസ്, വെൽക്കം ടു അമ്മുണ്ണി വ്ളോഗ്സ്. അമ്മുണ്ണി വ്ളോഗ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് എനിക്ക് പേഴ്സണലി അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇത് വീഡിയോ പോലെ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ വ്ളോഗ് അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞു കേട്ടോ. ഇപ്പോൾ ഏകദേശം സമയം 8 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ്, വൈകിട്ടായി. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഓർത്തു കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസായിട്ട് പോകാം കേട്ടോ. പിന്നെ ക്വസ്റ്റ്യൻസ് എനിക്ക് വാട്സപ്പിലാട്ടോ ഈ മെസ്സേജ് വന്നത്. അപ്പോൾ ഞാൻ എന്താക്കി ക്വസ്റ്റ്യൻസ് ഞാനൊരു ബുക്കിലോട്ട് എഴുതി വെച്ചതാണ്. അപ്പോൾ ഞാനത് നോക്കിയിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കേട്ടോ. നിങ്ങളിൽ ആരാണ് ആദ്യമായിട്ട് ഇഷ്ടം പറഞ്ഞതെന്നാണ്. അതായത് ഉണ്ണിയേട്ടനാണോ ഞാനാണോ ആദ്യമായിട്ട് തമ്മിൽ ഇഷ്ടം പറഞ്ഞതെന്നാണ് ചോദ്യം. അപ്പോൾ അതിനുള്ള ആൻസർ, ഇഷ്ടം പറഞ്ഞത് ഉണ്ണിയേട്ടനാണ്. മാട്രിമോണി വഴി പ്രപ്പോസൽ വന്നതാണ്. അങ്ങനെ ഏട്ടനെ ഇഷ്ടപ്പെട്ടിട്ടാണ് വന്ന് പെണ്ണ് കണ്ടതും ഉറപ്പിച്ചതും. ഒരു വാലൻറ്റൈൻസ് ഡേയുടെ അന്ന് വന്നിട്ട് പ്രപ്പോസ് ചെയ്തതാണ്. അപ്പോൾ ആദ്യം എന്നെ പ്രപ്പോസ് ചെയ്തത് ഉണ്ണിയേട്ടൻ തന്നെയാണ് കേട്ടോ. പിന്നെ നിങ്ങളുടെ ലവ് മാരേജ് ആണോ അല്ലയോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഞങ്ങളുടെ ലവ് മാരേജ് അല്ല, അറേഞ്ച് വിത്ത് ലവ് ആണ്. അറേഞ്ച്ഡ് മാരേജ് ആണ്. ഏട്ടൻ്റെ മൂത്ത ബ്രദറൊക്കെ ആയിട്ട് വന്ന് ഇവിടെ ഒന്ന് കണ്ട് ഉറപ്പിച്ച് പോയതാട്ടോ. പിന്നെയുള്ള ചോദ്യം, തേർഡ് ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ ദേഷ്യം ആർക്കാണെന്നാണ്. ദേഷ്യം പേഴ്സണലി പറയുകയാണെങ്കിൽ ദേഷ്യം ഏറ്റവും കൂടുതലുണ്ടായിരുന്നത് എനിക്കായിരുന്നു. എനിക്ക് നല്ല ദേഷ്യമുള്ള ഒരാളായിരുന്നു. പക്ഷേ ഞാൻ ഒരുപാട് ദേഷ്യം കുറഞ്ഞു. പക്ഷേ ദേഷ്യം ആർക്കാണ് ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏട്ടനാണ്. ഏട്ടനെ പെട്ടെന്ന് ദേഷ്യം വരും. പെട്ടെന്നല്ല, ആവശ്യമില്ലാത്ത കാര്യത്തിനല്ല, ആവശ്യമുള്ള കാര്യത്തിനൊക്കെ തന്നെയാണ് ഏട്ടൻ ദേഷ്യം വരാറുണ്ട്. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നിരുന്നു. ഇപ്പോൾ ദേഷ്യമല്ല. അപ്പോൾ ദേഷ്യത്തിൻ്റെ ഒരു ഇതൊക്കെ മാറി ഇപ്പോൾ എനിക്ക് എന്താ പറയുക, സങ്കടത്തിൻ്റെ മൂടാണ്. നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യണ ക്യാരക്ടറായിരുന്നു കേട്ടോ. പിന്നെ ചോദിച്ചത് ബേബി പ്ലാനിങ്, എത്ര കുട്ടി വേണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം. സർവേഷൻ തന്നെ അത്ര കുട്ടികൾ വേണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, ഇല്ലെന്നല്ല ഗൈസ്. പക്ഷേ ആദ്യമൊരു തുണ അത്ര ഇപ്പോൾ വിചാരിച്ചിട്ടുള്ളൂ. 2024 നിങ്ങൾക്കുണ്ടായ അനുഭവം ഷെയർ ചെയ്യുക. നല്ലതും ചീത്തയും ഷെയർ ചെയ്യാൻ പറ്റുന്നു. നല്ലത് എനിക്ക് വാവയൊക്കെ ആയതും, പിന്നെ എന്താ പറയുക, ഒരു വലിയൊരു കുണ്ടിലായിരുന്നു. ആ കുണ്ടിയിൽ നിന്ന് കരകയറാൻ പറ്റിയതൊക്കെ ഓർക്കുമ്പോൾ നല്ല കാര്യങ്ങളൊക്കെയാണ്. ചീത്ത അനുഭവം എന്ന് വെച്ചാൽ ഒരുപാട് പേരെ മനസ്സിലാക്കാൻ പറ്റി. കൂടെ നിന്ന് ചിരിച്ച്, എൻ്റെ കൂടെ നിന്നിട്ട് ഓരോരോ സാധനങ്ങൾ, എൻ്റേതായ സാധനങ്ങൾ ചോദിച്ച് വാങ്ങി എടുക്കാൻ സാമർഥ്യമുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവരെയൊക്കെ തികച്ച് മനസ്സിലായി. എന്താ പറയുക, ഒരുപാട് പേരെ പഠിക്കാൻ പറ്റിയ വർഷമായിരുന്നു. നല്ലതും ചീത്തയും ആയ ആൾക്കാരെ പഠിക്കാൻ പറ്റിയ വർഷമാണ്. നമ്മളൊരിക്കലും പ്രതീക്ഷിക്കുന്നവർ നമ്മുടെ ജീവിതത്തിലുണ്ടാവില്ല കേട്ടോ. നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്തവരെ നമ്മുടെ ജീവിതത്തിലുണ്ടാവുക. അതാ 2024 പഠിപ്പിച്ചൊരു വലിയൊരു പാഠാണത്. ഏട്ടൻ എൻ്റെ അടുത്ത് പറയാമായിരുന്നു, നിന്നെ സോപ്പിട്ട് കൂടി നിന്നിൽ നിന്നും കാര്യങ്ങൾ നടത്തുന്നവരാണെന്നൊക്കെ പറയുമായിരുന്ന വ്യക്തികളെ കുറിച്ച്. ഞാൻ പറയില്ല ഏട്ടാ, പാവാണ് ഏട്ടാന്ന്. പക്ഷേ ഏട്ടത്തിനെ മനസ്സിലാക്കാൻ പഠിച്ച്. അതെന്തായാലും 2024 എനിക്ക് തന്ന നല്ലൊരു ഗുഡ് മെസ്സേജ് ആയിരുന്നു അത്. ഓർക്കാൻ ഇഷ്ടമില്ലാത്ത കുറേ ആൾക്കാർ കേട്ടോ. പിന്നെ നീതുവിന് ഉണ്ണിയിൽ കണ്ട പ്ലസ് പോയിൻ്റ് പറയാം. ഏത് ആപത്ത് ഘട്ടത്തിലും എൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളാണ് ഉണ്ണി. ആരൊക്കെ എന്നെ വേണ്ടെന്ന് വയ്ക്കാൻ പറഞ്ഞാലും അങ്ങനെ വേണ്ടെന്ന് വയ്ക്കാത്ത ഒരാളാണ് ഉണ്ണിയേട്ടൻ. എന്താ പറയുക, കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരാളാണ് ഉണ്ണി. അതൊക്കെ ഇപ്പം 2024 കുറേ പറഞ്ഞില്ലേ, കുറേ പേര് തിരിച്ചറിയാൻ പറ്റുന്നു. അപ്പോഴാണ് മനസ്സിലായത് ഓരോരുത്തരുടെ വാല്യൂ. പിന്നെ നെഗറ്റീവ് പെട്ടെന്ന് ദേഷ്യം വരുന്നതാണ്. ഞാൻ ചോദിക്കും, എന്തിനായിട്ട് എങ്ങനെ ദേഷ്യം പിടിക്കണേ?
സാവധാനം ഈ പ്രഷർ കൊടുത്ത് പറയാതെ മെല്ലെ പറഞ്ഞാലും മനസ്സിലാവില്ലേ എന്ന് ഞാൻ ചോദിക്കാറുണ്ട് ചില കാര്യങ്ങളിൽ. പിന്നെ ഉണ്ണിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ചോറ്, സാമ്പാർ, അവിയൽ, ഫിഷ് കറി. ഇതാണ് ഏട്ടന് ഇഷ്ടം. ആദ്യക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വ്യക്തി, അതായത് ഞാനാണോ ഉണ്ണിയേട്ടനാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആദ്യക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ണിയേട്ടനുള്ളപ്പോൾ ഉണ്ണിയേട്ടനും ഞാൻ എൻ്റെ അടുത്തിരിക്കുമ്പോൾ ഞാനും. ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരല്ലേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം അവൻ്റെ വരാൻ പോകുന്ന ബേബിയെയാണ്. അങ്ങനെയാണ് കാര്യങ്ങൾ. വീട് പണിയുടെ പ്ലാനിങ് എപ്പോഴാണെന്ന് എല്ലാത്തിനും അതിൻ്റെ സമയമുണ്ട്. 10 ദിവസമൊക്കെ കടമില്ലാതെ റെഡി ക്യാഷോടെ വീട് പണി തുടങ്ങണം. അപ്പോൾ അതിന് കുറച്ച് ടൈം എടുക്കും, അത്ര വലിയ എന്താ പറയുക ആർഭാടം കാണിക്കാൻ വേണ്ടി അവിടെ നിന്ന് ഇവിടെ നിന്ന് കടവും വാങ്ങി പെരയും വാങ്ങി വീട് വെച്ച് ആ കടം ജീവിതകാലം മൊത്തം അടച്ചു തീർക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. ഇൻട്രസ്റ്റ് വെച്ചാൽ ഇപ്പം കഴിയും. എന്തിന് റെഡി ക്യാഷായിട്ട് ഒരു വീട് പണി അങ്ങോട്ട് കഴിക്കും. നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്നൊരു ചെറിയൊരു വീട്. പ്ലാനും കാര്യങ്ങളൊക്കെ ഏകദേശം പറഞ്ഞ് റെഡി ആയിരിക്കണം കേട്ടോ. അതൊക്കെ ഞാൻ വഴി അപ്ഡേഷൻ തരും. പിന്നെ ഞങ്ങളിൽ ആരാണ് ഏറ്റവും കൂടുതൽ റൊമാൻറ്റിക് ഞാൻ തന്നെയാണ്. അങ്ങനെയാണ് എൻ്റെ വിശ്വാസം. രണ്ടുപേരും റൊമാൻറ്റിക്കൊക്കെ തന്നെയാണ്. പിന്നെ ഉണ്ണേട്ടൻ്റെതായ സാഹചര്യത്തിൽ കുറച്ച് എന്താ പറയുക വളർന്നു വന്ന ചുറ്റുപാടും ഇപ്പോഴും ഉള്ള ചുറ്റുപാടൊക്കെ വെച്ചിട്ട് ഏട്ടന് കൂടുതൽ ചിരിക്കാനും കളിക്കാനൊന്നും വയ്യ. അത്രയുള്ളൂ. അങ്ങനെയൊക്കെയായിരുന്നു ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ ചോദിച്ചതിനുള്ള മറുപടിയാണ്. എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.